പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ആഴ്ച OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമകളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച നിരവധി ചിത്രങ്ങളാണ് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ ഒരു സർപ്രൈസ് ചിത്രം തന്നെയാണ്. മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. നമ്മുടെ മെയിൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ മലയാള ചിത്രമാണ് അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന സിനിമ. ചിത്രം വലിയ രീതിയിലൊന്നും ബോക്സ് ഓഫീസിൽ സക്സസ് ആയിട്ട് മാറിയിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതി മനോരമ മാക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി റിലീസിനെത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മലയാള ഭാഷ മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ഈ ആഴ്ചത്തെ രണ്ടാമത്തെ OTT റിലീസ് എന്ന് നോക്കുകയാണെങ്കിൽ വിക്രം കേന്ദ്ര കഥാപാത്രത്തെത്തിയ തങ്കരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതി ഈ സിനിമയെ സ്ട്രീം ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നിലവിൽ ചിത്രത്തിന്റെ ലീക്ഡ് വെർഷൻ എന്തൂസിയാസം എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോം വഴി റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ചിത്രത്തിന്റെ OTT റിലീസ് ഇത്ര പെട്ടെന്നാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ചത്തെ മറ്റൊരു OTT റിലീസ് നോക്കിയാണ് തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. നമ്മുടെ സൂരി അതോടൊപ്പം മലയാളി നടി അന്നാബൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ കൊട്ടുകാളി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രത്തിൻ്റെതാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതി സിംപ്ലി സൗത്ത് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി റിലീസിനെത്തുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സിംപ്ലി സൗത്ത് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ആഴ്ച റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണ് സെപ്റ്റംബർ മാസം 27-ാം തീയതി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായിട്ട് മാറിയ സ്ത്രീ 2 എന്ന് പറയുന്ന സിനിമ OTT റിലീസിനെത്താൻ പോവുകയാണ്. രാജ്കുമാർ റാവു അതോടൊപ്പം ശ്രദ്ധ കപൂർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് 750 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 27-ാം തീയതി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ ആഴ്ചത്തെ സർപ്രൈസ് OTT റിലീസ് എന്ന് നോക്കിയാൽ വാഴ എന്ന് പറയുന്ന മലയാള സിനിമയുടേതാണ്. യുവതാരങ്ങൾ ശ്രദ്ധേയരായിട്ട് ഈ ഒരു സിനിമ ഈ ഒരു വർഷം കണ്ട് എക്കാലത്തെയും വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയത് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി ഈ വരുന്ന സെപ്റ്റംബർ മാസം 23-ാം തീയതി ഈ ഒരു സിനിമ റിലീസിനെത്തുന്ന അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ നായകനായിട്ടെത്തിയ തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ ഒരു OTT റിലീസ് അപ്ഡേറ്റ്സ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സൈൻ അപ്പ് പ്ലസ് സ്വന്തമാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ എത്രത്തോളം ജെനുവിൻ ആണെന്ന് അറിയാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളായിട്ട് ഈ ഒരു കാര്യത്തിൽ കൺഫർമേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ഒരു വർഷത്തെ മറ്റൊരു വിജയ ചിത്രമായിട്ട് മാറി ആസിഫ് അലി ഷറഫുദ്ദീൻ അമലാപ്പോൾ ചിത്രമായ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഡേറ്റ് കൺഫേംഡ് ആയിട്ടില്ല. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ തന്നെ നെറ്റ്ഫ്ലിക്സ് ഡേറ്റ് കൺഫേം ആക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.